ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ ക്ഷണിക്കാണ്ട് വന്ന അതിഥിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവനെ നമ്മൾ നൈസായിട്ട് 2-3 അടി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വരാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. വരാൽ ആക്റ്റീവ് ആണെങ്കിൽ ഇവന്റെ പണി ഇപ്പം തന്നെ തീരും നമുക്ക് അറിയായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ വരാൽ ആക്റ്റീവ് തന്നെയാണ്, പക്ഷെ അവ ഒളിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലായത്. പഴുതാരനെ മുഴുവനായിട്ട് കൊന്നിട്ടില്ല കേട്ടോ, കുറച്ച് ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ ഇതിൽ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നുള്ള ആകാംക്ഷയിലാണ് കേട്ടോ നമ്മൾ ഇവന് ഇട്ട് കൊടുത്തത്. കുറച്ച് ജീവനുള്ളതുകൊണ്ട് തന്നെ വരാലിന് ഇനി കുത്തുവോ എന്നുള്ളത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വരാല് പണ്ടത്തെ വരാലൊന്നല്ല കേട്ടോ, കംപ്ലീറ്റ് ടെററാണ് ഇപ്പോൾ. നമ്മൾ ഇട്ട് കൊടുക്കണ ലൈവ് ഫുഡൊക്കെ കഴിച്ചിട്ട് ആശാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവന്റെ കണ്ണിന്റെ കളർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ആളെ ആക്റ്റീവ് ആണോ അതോ ഉറങ്ങാണോ എന്ന്. കണ്ണിന് ചുവപ്പ് കളർ ഉണ്ടെങ്കിൽ അവ ഉറങ്ങാണെന്നാണ് കേട്ടോ അർത്ഥം. ഇപ്പൊ വെള്ള കളറാണ് കേട്ടോ, അപ്പൊ അത് ആക്റ്റീവ് ആണെന്നാണ് അർത്ഥം. ഫുഡിന്റെ മണം അടിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ടാങ്ക് മൊത്തം പരതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് കണ്ണ് കാണാത്ത കാരണമാണ് കേട്ടോ കൂടുതൽ ഇവൻ മണം പിടിച്ചിട്ട് പിടിക്കാൻ നോക്കണത്. അല്ലെങ്കിൽ ഇവൻ സിമ്പിൾ ആയിട്ട് വന്നിട്ട് നേരിട്ട് തിന്നേനെ, പക്ഷെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സംഭവം നടക്കുന്നത് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സീന്, അല്ലെങ്കിൽ സുഖമായിരുന്നു. പഴുതാരം നമ്മുടെ വരാലിനെ കുത്തിയൊന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുക ഗൈസ്. പക്ഷെ ആ സീനൊന്ന് കാണേണ്ടത് തന്നെയാണ്. പഴുതാരനെ നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാങ്കിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ കടലാസിന്റെ കഷ്ണം കിടക്കുന്നതിന്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ പഴുതാര ഇപ്പൊ കിടക്കുന്നത്. കണ്ടോ ഇപ്പൊ അവ അവന്റെ അടുത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുൽച്ചാടിക്ക് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഇട്ട് കൊടുത്ത പേപ്പറാണ് കേട്ടോ അതിലാകെ നനഞ്ഞു കുതിർന്ന് പോയേക്കണത്. പുൽച്ചാടീനെ അവ അടിച്ചതെന്നാണ് എനിക്ക് സംശയമുള്ളത്. കൂടാതെ തിന്നാതെ കിടന്നിരുന്ന വണ്ടിനെ അവൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല സൈസും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവനെ ചാടനെ ഇട്ട് കൊടുത്തത്. ചാടനെയും നല്ല പോലെ അവൻ തിന്നിട്ടുണ്ട് കേട്ടോ. എന്നും പുതിയ പുതിയ ഐറ്റങ്ങളാണ് കേട്ടോ നമ്മുടെ വരാലിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ പഴുതാരനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ മറ്റെല്ലാം തിന്നണേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ടുള്ളത് പഴുതാരനെ തിന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. വലിപ്പം കൂടിയ ഇരകളെ അവൻ തിന്നു കഴിഞ്ഞതിന് ശേഷം ചവച്ചരയ്ക്കുന്ന ഒരു സീനുണ്ട് ഗൈസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഗപ്പിക്കും വരാലിനാണ് കേട്ടോ. ഗപ്പിക്ക് വളരാൻ നല്ല ശുദ്ധമായ വെള്ളവും കറക്റ്റ് ഓക്സിജനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇവന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം മതി ഇവനൊക്കെ വളരാൻ. നല്ല പോലെ ഫീഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റ് വയ്ക്കുന്ന ഒരു മത്സ്യമാണ് കേട്ടോ വരാല്. വരാൽ ഫിഷിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. വരാൽ ഫിഷിങ്ങിന്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വലിയ ടാങ്കിൽ വേറൊരു വരാലും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനെ നമ്മൾ വീഡിയോ എടുത്താലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇനി വെള്ളമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരെ ഒരുമിച്ച് ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തേക്കണത്. കേരളത്തിൽ ഇതിന്റെ പനത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്ന് വരാല്, പിന്നെ അതിന് തന്നെയാണ് ബ്രാലിന്ന് ഇവിടെ തൃശ്ശൂർകാർ പറയണത്. ഇനിയുള്ളതാണ് ചെറുമീൻ. അവൻ ഇവന്റെ ഡബിൾ സൈസ് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ പല പ്രദേശങ്ങളിലും വാഹ എന്നറിയപ്പെടുന്ന കളറുള്ള നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ. അതും ഇതേ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ തന്നെയാണ്. മാഹിയും ചെറുമീനൊക്കെ വളരെ വലിപ്പമുള്ളവയാണ് കേട്ടോ വരാലിനെ അപേക്ഷിച്ച്. പക്ഷെ കഴിക്കുന്നതിൽ ഏറ്റവും രുചിയുള്ളത് വരാലിന് തന്നെയാണ് കേട്ടോ. നാടൻ വരാലാണ് ഏറ്റവും കൂടുതൽ രുചി. വിയറ്റ്നാം വരാലും നമ്മുടെ അവിടെ വളർത്തുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷെ വിയറ്റ്നാം വരാലിനേക്കാൾ രുചി നാടൻ വരാലാണ്. അതുകൊണ്ട് തന്നെ നാടൻ വരാലിന് വിലയും കൂടുതലാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഇവനെ വലിയ വരാലിന്റെ ടാങ്കിൽ ഇട്ട് നോക്കാം. അല്ലെങ്കിൽ വലിയ വരാലിനെ ഈ ടാങ്കിൽ കൊണ്ട് നമുക്ക് ഇടാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ കാണാൻ കുറച്ചുകൂടി വൃത്തി വരും. പിന്നെ വരാൽ ഫിഷിന്റെ കണ്ടന്റ് അതുപോലെ ഫിഷിങ്ങും താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സൂപ്പർ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ ഞാൻ ഇട്ടതിൽ ഏറ്റവും നല്ല വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വരാൽ പഴുതാരനെ തിന്നണ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയാട്ടോ. ഇപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചൊന്നും ഇരുന്നോ, ഇപ്പൊ സംഭവിക്കും. നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോ. ഇപ്പൊ നിങ്ങൾ കണ്ട സീൻ ഉണ്ടല്ലോ, ഇവൻ അതിനെ തിന്നതാണ് കേട്ടോ. ഇവന് തിന്നൊരു പുത്തിരില്ലാത്ത പോലെയാണ് കേട്ടോ അതിനെ സിമ്പിൾ ആയിട്ട് അടിച്ചത്. കണ്ടില്ലേ, വായലിട്ടിട്ട് മിക്സി അടിക്കണ പോലെയാണ് കേട്ടോ അടിച്ചോണ്ടിരിക്കുന്നത്. ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒരു ലൈം അടിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ കുറച്ച് എയർ എടുത്തത്. ഇപ്പോ ഇന്നത്തെ വീഡിയോ നന്നായിട്ടില്ലേ ഗൈസ്, നിങ്ങൾ തന്നെ ഒന്ന് പറയണേ.